മക്കളെ കുറഞ്ഞ സമയം കൊണ്ട് ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ മാർക്ക് നമ്മൾ ഉറപ്പിക്കാൻ പോവുകയാണ്. സോ അതിന് വേണ്ടിയിട്ടുള്ള സെലക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ ആണ് ഇത്. സോ മക്കളെ ശ്രദ്ധിച്ചോ, ആദ്യത്തെ ചോദ്യം ഇതാണ്, എക്സ്പ്ലെയിൻ ദ മാർക്കോണിക്കോഫ് റൂൾ ഫോർ ദ അഡീഷൻ റിയാക്ഷൻ യൂസിങ് എ സ്യൂട്ടബിൾ എക്സാമ്പിൾ. റെഡിയാ? സോ അങ്ങനെയാണ് മക്കളെ മാർക്കോണിക്കോഫ് റൂൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോവാൻ. അതിനുവേണ്ടി ഒരു അൺസിമെട്രിക്കൽ ആൽക്കീൻ എടുത്തു. ഇതാണ് അൺസിമെട്രിക്കൽ ആൽക്കീൻ. എന്താ അൺസിമെട്രിക്കൽ ആൽക്കീൻ? കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് നിങ്ങൾ നോക്കൂ, ഡബിൾ ബോണ്ടിന്റെ ഇരുവശവും ഡിഫറെൻ്റ് ആണ്, അതുകൊണ്ട് അൺസിമെട്രിക്കൽ ആൽക്കീനാണ്. അൺസിമെട്രിക്കൽ ആൽക്കീനിലേക്ക് ഞാനൊരു അൺസിമെട്രിക്കൽ റിയേജന്റ് ചേർക്കാൻ പോവാണ്. ഇതിന്റെ റിയേജന്റിൽ H+ഉം Br- ഡിഫറെൻ്റ് ആണ്. ഒരു അൺസിമെട്രിക്കൽ ആൽക്കീനിലേക്ക് ഒരു അൺസിമെട്രിക്കൽ റിയേജന്റ് ആഡ് ചെയ്യാൻ പോവാണ്. ആ സിറ്റുവേഷനിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന റൂളാണ് മാർക്കോണിക്കോഫ് റൂൾ. എന്താ മാർക്കോണിക്കോഫ് റൂൾ പറയുന്നതെന്ന് അറിയോ? ഈ സിറ്റുവേഷനിൽ മേജർ പ്രോഡക്റ്റിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള റൂളാണ് മാർക്കോണിക്കോഫ് റൂൾ. എന്താ മാർക്കോണിക്കോഫ് റൂൾ പറയുന്നത്? ഈ റിയേജന്റിന്റെ നെഗറ്റീവ് പാർട്ട് എന്ന് പറയുമ്പോൾ Br-, ഈ കാർബൺ കാർബൺ ഡബിൾ ബോണ്ടിൽ ഏത് കാർബണിലാണോ ഹൈഡ്രജൻ ആറ്റം കുറവുള്ളത് അവിടേക്ക് നെഗറ്റീവ് പാർട്ട് ജോയിൻ ആവും. റെഡി? ഈ ആൽക്കീൻ അക്രോസ് ആയിട്ട് HBr ആഡ് ചെയ്യുമ്പോൾ നെഗറ്റീവ് പാർട്ട് ജോയിൻസ് വിത്ത് കാർബൺ കണ്ടെയ്നിങ് ലെസ്സർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. സോ ഈ കാർബണിൻ്റെ മുകളിൽ ഒരു ഹൈഡ്രജനും ഈ കാർബണിൻ്റെ മുകളിൽ 2 ഹൈഡ്രജനും ഉള്ള, സോ ഹൈഡ്രജൻ കുറഞ്ഞ കാർബണിലേക്ക് നെഗറ്റീവ് പാർട്ട് ജോയിൻ ചെയ്യുക. അപ്പോൾ ഉണ്ടാവുന്ന പ്രോഡക്റ്റ് എന്തായിരിക്കും പറഞ്ഞേ? CH3 CHBr CH3. ഇയാളുടെ പേര് 2-bromopropane. This will be the major product. So what is Markovnikov rule? When an unsymmetrical reagent adds across an unsymmetrical alkene, negative part of the reagent joins with carbon containing lesser number of hydrogen atoms. Ready ആണല്ലോ മക്കളെ? മക്കളെ ഇതേ സിറ്റുവേഷനിൽ ഇതേ ആൽക്കീനിലേക്ക് HBr ആഡ് ചെയ്യുന്നത് ഒരു പെറോക്സൈഡിന്റെ പ്രസൻസിലാണെങ്കിൽ, ആരുടെ പ്രസൻസിലാണെങ്കിൽ? പെറോക്സൈഡ്. മക്കൾ അത്തരത്തിൽ ചിലപ്പോൾ പെറോക്സൈഡ് എന്ന് എഴുതി തരുന്നതിന് പകരം ഒരു പെറോക്സൈഡിന്റെ ഫോർമുല അവർ കൊടുക്കും. ഇങ്ങനെയൊക്കെയാണ് കൊടുക്കുക, C6H5CO2 എന്ന് എഴുതും. അപ്പൊ പേടിക്കരുത്, അതൊരു പെറോക്സൈഡാ, അതിന്റെ പേര് ബെൻസോയിൽ പെറോക്സൈഡ് എന്നാ. സോ പെറോക്സൈഡ് എന്ന് എഴുതുകയോ അല്ലെങ്കിൽ ഒരു പെറോക്സൈഡിന്റെ ഫോർമുല കൊടുക്കുകയോ ചെയ്യാം. പെറോക്സൈഡിന്റെ പ്രസൻസിലാണ് HBr ആഡ് ചെയ്യുന്നതെങ്കിൽ മാർക്കോണിക്കോഫ് റൂളിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് അഡീഷൻ ചെയ്യേണ്ടത്. അപ്പൊ നെഗറ്റീവ് പാർട്ട് ജോയിൻ ചെയ്യേണ്ടത് ഹൈഡ്രജൻ കൂടുതലുള്ള കാർബണിലേക്കാണ്, H+ ഇപ്പുറത്തേക്കും. സോ അങ്ങനെയാണ് ഉണ്ടാവുന്ന പ്രോഡക്റ്റ് ആരായിരിക്കും പറഞ്ഞേ? CH3 CH2 CH2Br ആണ്, 1-bromopropane ആണ് ഈ കേസിലെ മേജർ പ്രോഡക്റ്റ്. റെഡിയാണല്ലോ? ദാറ്റ് ഈസ് കോൾഡ് പെറോക്സൈഡ് എഫക്റ്റ്. ഇതിന്റെ പേരാണ് പെറോക്സൈഡ് എഫക്റ്റ് ഓർ കരാഷ് എഫക്റ്റ്. പെറോക്സൈഡ് എഫക്റ്റ് ഓർ കരാഷ് എഫക്റ്റ്. അങ്ങനെയാണെങ്കിൽ മക്കൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുവാണ്. കംപ്ലീറ്റ് ദ ഫോളോയിങ് റിയാക്ഷൻസ്. അതിൽ ഒന്നാമത്തെ റിയാക്ഷൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, മീഥൈൽ ബ്രോമൈഡ് സോഡിയവുമായിട്ട് റിയാക്ട് ചെയ്യുന്നു ഇൻ ഡ്രൈ ഈതർ. വെരി വെരി ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻ. ആ റിയാക്ഷനെ നമ്മൾ വുഡ്സ് റിയാക്ഷൻ എന്ന് പറയാം. എന്ത് റിയാക്ഷൻ? വുഡ്സ് റിയാക്ഷൻ. സോ മീഥൈൽ ക്ലോറൈഡ് സോഡിയം ഇൻ ഡ്രൈ ഈതർ ആയിട്ട് റിയാക്ട് ചെയ്താൽ എന്ത് പ്രോഡക്റ്റ് ഉണ്ടാവും എന്ന് ചോദിച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ വുഡ്സ് റിയാക്ഷൻ ഉപയോഗിച്ച് പ്രോഡക്റ്റ് എഴുതാനുള്ള ട്രിക്കാണ് സാർ പഠിപ്പിക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് തന്നിട്ടുള്ള ആൽക്കൈൽ ആലൈഡിൻ്റെ ഫോർമുല എഴുതുക, CH3Cl എന്ന് എഴുതുക, ശേഷം 2 സോഡിയം എന്ന് എഴുതുക. പിന്നെ ആ തന്നിരിക്കുന്ന ആൽക്കൈൽ ആലൈഡിനെ തലതിരിച്ചെഴുതുക. എന്ന് പറഞ്ഞാൽ ClCH3 എന്ന് പറഞ്ഞ ഫോർമുല എഴുതുക. എന്നിട്ട് ആരോടെ മുകളിൽ ഡ്രൈ ഈതർ എന്ന് എഴുതിക്കോളൂ. ആരോടെ മുകളിൽ ഡ്രൈ ഈതർ എന്ന് എഴുതിക്കോളൂ. ഇനി ചെയ്യേണ്ടത് ഇത്രയും ഭാഗം എടുത്തങ്ങ് കളഞ്ഞേക്ക്. ഇത്രയും ഭാഗം എടുത്ത് കളഞ്ഞേക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ബോക്സിലാക്കിയ ആളാണ് 2NaCl. ആ 2NaCl അങ്ങ് പോയാൽ റിമൈനിങ് പോർഷൻ 2 CH3 ഗ്രൂപ്പാണ്. അവർ പരസ്പരം ജോയിൻ ആവും. ഒരു CH3 ഗ്രൂപ്പ് അടുത്ത CH3യുമായി ജോയിൻ ചെയ്താൽ കിട്ടുന്ന ആൽക്കൈൻ്റെ പേരാണ് ഈഥെയ്ൻ. എന്താ പേര്? ഈഥെയ്ൻ. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ Br ആണ് തന്നത്. അപ്പോൾ Clന് പകരം Br കൊടുക്കുക. ഇവിടെയും Br, ഇവിടെയും Br, അപ്പോൾ 2NaBr എന്ന് വരും. പ്രോഡക്റ്റ് ഈഥെയ്ൻ തന്നെയായിരിക്കും. റെഡിയാണ്? ഒരു എക്സാമ്പിൾ കൂടെ അതിൽ ചെയ്തോ. ഈഥൈൽ ക്ലോറൈഡ് ആണെങ്കിലോ ഈഥൈൽ ക്ലോറൈഡ് ആകുമ്പോൾ ഫോർമുല നമുക്ക് കിട്ടുന്ന ആൽക്കൈൻ്റെ സ്ട്രക്ചർ എഴുതാനുള്ള ട്രിക്ക് നോക്കിക്കോ. ഒരു ഈഥൈൽ ക്ലോറൈഡ് എന്ന് എഴുതുക, ശേഷം 2 സോഡിയം എന്ന് എഴുതുക,
അടുത്ത ഈഥൈൽ ക്ലോറൈഡിനെ തലതിരിച്ചെഴുതിക്കോ, ClCH2CH3. എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ ആ 2NaCl എടുത്തങ്ങ് കളഞ്ഞേക്ക്, ആരോടെ മുകളിൽ ഡ്രൈ ഈഥർ എന്ന് എഴുതിക്കോളൂ. അങ്ങനെ 2NaCl ബൈ പ്രോഡക്റ്റ് എഴുതി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗം എന്താ നിങ്ങൾ പറഞ്ഞോ, CH3CH2. ഇവൻ്റെ CH3CH2 ആയിട്ട് ജോയിൻ ആവും. സോ യു വിൽ ഗെറ്റ് എ ഹയർ ആൽക്കെയിൻ. ഏതാ ആൽക്കെയിൻ പറയാവോ? CH3CH2CH2CH3. എന്താ അവൻ്റെ പേര്? ബ്യൂട്ടെയിൻ. ബ്യൂട്ടെയിൻ. സോ ആൽക്കൈൽ ഹാലൈഡ് സോഡിയവുമായിട്ട് റിയാക്ട് ചെയ്യുന്നു ഇൻ ഡ്രൈ ഈഥർ ടു ഫോം ഹയർ ആൽക്കൈൻ. ദിസ് റിയാക്ഷൻ ഇസ് കോൾഡ് വുഡ്സ് റിയാക്ഷൻ. മക്കളെ ഇവിടെ രണ്ട് എക്സ്ട്രാ റിയാക്ഷൻ കൊടുത്തിട്ട്, ഒന്ന് കാൽഷ്യം കാർബൈഡ് ഹൈഡ്രോളൈസ് ചെയ്താൽ ആരെ കിട്ടും? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാൽഷ്യം കാർബൈഡ് ഹൈഡ്രോളൈസ് ചെയ്താൽ കാൽഷ്യം ഹൈഡ്രോക്സൈഡും പിന്നെ കിട്ടുന്ന ആള് CH ട്രിപ്പിൾ ബോണ്ട് CH എന്ന് പറയുന്ന ഈത്തൈൻ ഗ്യാസുമാണ്. ആരാണ്? ETHYNE. ഈത്തൈൻ ആണ്, വിച്ച് ഇസ് എ ഗ്യാസ്. ഓക്കെ, ആ ഈത്തൈൻ ഗ്യാസിനെ റെഡ് ഹോട്ട് അയൺ ട്യൂബിലൂടെ പാസ് ചെയ്താൽ ദ പ്രോഡക്റ്റ് ഫോംഡ് ബെൻസീൻ. വെരി വെരി ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻ. ഇത് രണ്ടും ഒരുമിച്ച് തന്നെ പഠിച്ചു വെച്ചോ. ചിലപ്പോൾ ചോദ്യം ഇങ്ങനെ തന്നെ വരണമെന്നില്ല. ഒരു A എന്ന് പറയുന്ന സബ്സ്റ്റൻസ് വാട്ടറിലേക്ക് ഇട്ടു, യു ഗോട്ട് എ ഗ്യാസ് B. ആ ഗ്യാസ് ബീനെ നിങ്ങൾ റെഡ് ഹോട്ട് അയൺ ട്യൂബിലൂടെ പാസ് ചെയ്തപ്പം യു ഗോട്ട് ബെൻസീൻ. അങ്ങനെയാണ് ഐഡന്റിഫൈ A and B എന്ന് പറയും. അപ്പോൾ ആദ്യം ആഡ് ചെയ്ത സബ്സ്റ്റൻസ് കാൽഷ്യം കാർബൈഡ് ആണ്, അതാണ് A. അതിൽ നിന്നുണ്ടായ ഗ്യാസ് ആണ് B, അത് ഈത്തൈൻ ആണ്. ഈത്തൈൻ റെഡ് ഹോട്ട് അയൺ ട്യൂബിലൂടെ പാസ് ചെയ്തപ്പോഴാണ് ആരെ കിട്ടിയത്? ബെൻസീനെ കിട്ടിയത്. റെഡിയാണല്ലോ മക്കളെ? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ നമ്മൾ കുറേ റിയാക്ഷൻസാണ് പഠിച്ചിട്ടുള്ളത്. സോ അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദ്യം, an alkene on ozonolysis followed by reduction of the ozonide formed with zinc and water gave a mixture of ethanol and methanol. Identify the alkene. മക്കളെ, അതായത് ഓസോണോളിസിന്റെ പ്രോഡക്റ്റ് തന്നിട്ട് ആൽക്കീൻ ഐഡന്റിഫൈ ചെയ്യാൻ ചോദിച്ചാൽ ഒന്നുമില്ല. ഇവിടെ ആരൊക്കെയാ ഓസോണോളിസിസ് പ്രോഡക്റ്റ്? എത്തനാളും മെത്തനാളുമാണ്. അപ്പോൾ ആ പ്രോഡക്റ്റ് നമ്മളൊന്ന് എഴുതാം. എത്തനാൾ എന്ന് പറഞ്ഞാൽ CH3CHO എന്നാണ്. എത്തനാൾ എന്ന് പറഞ്ഞാൽ CH3CHO. മെത്തനാൾ എന്ന് പറഞ്ഞാലോ HCHO. മെത്തനാൾ എന്ന് പറഞ്ഞാൽ HCHO. മെത്തനാൾ എന്ന് പറഞ്ഞാൽ എന്താണ്? HCHO ആണ്. സോ HCHO മെത്തനാളും CH3CHO എത്തനാളുമാണ്. ഇത് എഥനാൾ, ഇത് മെത്തനാൾ. മെത്തനാളുടെ കോമൺ നെയിം ഫോമാൽഡിഹൈഡ്, എത്തനാളിൻ്റെ കോമൺ നെയിം അസറ്റാൽഡിഹൈഡ്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതും യൂസ് ചെയ്യാം. സോ ഇങ്ങനെ തന്നാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. നോക്കിക്കോളണേ. റെഡിയാണ്. സോ ആദ്യത്തെ എത്തനാളിനെ എഴുതുന്നു. CH3CHO ആണ് വൺ ഓഫ് ദ പ്രോഡക്ട്സ്, ഓസോണോളിസ് ചെയ്തപ്പോൾ ഉണ്ടായ പ്രോഡക്റ്റ്. അടുത്ത പ്രോഡക്റ്റ് HCHO, അതിനെ ഞാൻ തിരിച്ചെഴുതുക എന്ന് പറഞ്ഞാൽ ഈ ആൽഡിഹൈഡ് ഗ്രൂപ്പിലുള്ള ഓക്സിജൻ ഉണ്ടല്ലോ, അതിന് നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ ഓക്സിജൻ, ആൽഡിഹൈഡ് ഗ്രൂപ്പിലെ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ ഓക്സിജനെ കാർബോണൈൽ ഓക്സിജൻ എന്നാ പറയാ. ഇവൻ്റെ ഓക്സിജൻ ഫേസ് ചെയ്യുന്ന രൂപത്തിൽ അറേഞ്ച് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം എന്നറിയോ? ആ ഓക്സിജൻ ആറ്റങ്ങളെ അങ്ങ് കളയുക. എന്നിട്ട് പകരം അവിടെ ഒരു ഡബിൾ ബോണ്ട് അങ്ങ് പ്ലേസ് ചെയ്തോ. അപ്പോൾ എന്താ ഉണ്ടാവുന്ന ആൽക്കീൻ ഏതാ? CH3CH ഡബിൾ ബോണ്ട് CH2. അങ്ങനെ CH2 ആയി. CHൻ്റെ മുകളിൽ ഒരു H ചേർന്നാൽ CH2 ആണ്. സോ ഇതാണ് ആൽക്കീൻ. ആൽക്കീൻ ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞത്. ചിലപ്പോൾ അതിന് IUPAC നെയിം എഴുതാനും കൂടെ ചോദിക്കും. അങ്ങനെയാണെങ്കിൽ പ്രൊപ്പീൻ ആണ് ഓസോണോളിസിസ് ചെയ്തപ്പോഴാണ്. പ്രൊപ്പീൻ ഓസോണോളിസ് ചെയ്താലാണ് എത്തനാളും മെത്തനാളും കിട്ടുക എന്നുള്ളത് മനസ്സിലായിക്കോളാം. റെഡിയാണ്? ഇതേപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ, an alkene A on ozonolysis gave 2 molecules of formaldehyde. ആരാ ഫോമാൽഡിഹൈഡ്? മെത്തനാളാണ്. 2 മെത്തനാൾ കിട്ടി. അങ്ങനെയാണ് റൈറ്റ് ദ നെയിം ഓഫ് A ആൻഡ് കെമിക്കൽ ഇക്വേഷൻ ഓഫ് ഓസോണോളിസിസ്. നന്നായി ശ്രദ്ധിക്കണം മക്കളെ. ഇവിടെ 2 കാര്യം പറഞ്ഞിട്ടുണ്ട്. ആദ്യം നമുക്ക് ആൽക്കീൻ ഐഡന്റിഫൈ ചെയ്യാനും ഓസോണോളിസിന്റെ കെമിക്കൽ ഇക്വേഷൻ എഴുതാനും പറഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ശ്രദ്ധിക്കുക. സോ ആദ്യം നമുക്ക് ആൽക്കീൻ ഐഡന്റിഫൈ ചെയ്യാം. സോ ആരാണ് ഓസോണോളിസിസ് പ്രോഡക്റ്റ്? രണ്ടും ഫോമാൽഡിഹൈഡ് ആണ്. ഫോമാൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ മെത്തനാളാണ്. അപ്പോൾ ഒരു HCHO എഴുതി, അടുത്ത HCHO എഴുതി. ഈ 2 മോളിക്യൂൾസ് ഓഫ് ഫോമാൽഡിഹൈഡ് അല്ലെങ്കിൽ മെത്തനാളാണ് ഓസോണോളിസിസ് പ്രോഡക്റ്റ്. ആൽക്കീൻ ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. ആദ്യത്തെ ഫോമാൽഡിഹൈഡിനെ എഴുതി HCHO, അടുത്ത ഫോമാൽഡിഹൈഡിനെ തിരിച്ചെഴുതി. അതായത് രണ്ടുപേരുടെയും ഓക്സിജൻ പരസ്പരം ഫേസ് ചെയ്യുന്ന രൂപത്തിൽ ഓക്സിജനെ കളയുന്നു, അവർക്കിടയിൽ ഡബിൾ ബോണ്ട് പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ എന്താ ബാക്കിയുള്ള? CH2 ഡബിൾ ബോണ്ട് CH2 എന്നാണ്. CH2 ഡബിൾ ബോണ്ട് CH2, ഇവിടെയും CH2 ഡബിൾ ബോണ്ട് CH2 ഈത്തീനാണ് ആൽക്കീൻ. സോ ആൽക്കീനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി.
റെഡിയാ? ഇനി ഓസോണോളിസിന്റെ റിയാക്ഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ? നന്നായി ശ്രദ്ധിച്ചോ. ഓസോണോളിസിന്റെ റിയാക്ഷൻ എഴുതുമ്പോൾ നമ്മുടെ ഈഥീനിലേക്ക് ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓസോൺ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓസോൺ ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഇന്റർമീഡിയറ്റ് ഒന്ന് ശ്രദ്ധിച്ചോ. ഓസോൺ ആഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഇന്റർമീഡിയറ്റ് ഒന്ന് ശ്രദ്ധിച്ചോ. CH2 ഡബിൾ ബോണ്ട് CH2 എന്നാണല്ലോ ഉണ്ടായിരുന്നത്. അതിലൊരു ബോണ്ട് മെല്ലെ ബ്രേക്ക് ചെയ്തോ. എന്നിട്ട് ആ 2 കാർബണിന്റെ മുകളിലും ഓരോ ഓക്സിജൻ ആറ്റത്തെ കൊടുത്തേ. ഓക്സിജനെ പരസ്പരം ബോണ്ട് ചെയ്യിപ്പിച്ചേ. ഓക്സിജൻ ഡൈവാലന്റ് ആണ്, കഴിഞ്ഞില്ല. ഇനി ഒരു ഓക്സിജൻ കൂടെ ഉണ്ടല്ലോ. ആ ഓക്സിജൻ ഈ കാർബൺ ബോണ്ടിന് ഇടയിൽ ഇൻസേർട്ട് ചെയ്യാം. റെഡിയാണ്? സോ ഇങ്ങനെ 3 ഓക്സിജൻ ഒരു വീട് പോലെ വരച്ചു. ഈ അഡീഷൻ പ്രോഡക്റ്റിനെയാണ് നമ്മൾ ഓസോണൈഡ് എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? ഓസോണൈഡ്. ഈ ഓസോണൈഡിനെ ZN⁻H2O സിങ്ക് ഡസ്റ്റ് ബാർ H2O ആയിട്ട് ട്രീറ്റ് ചെയ്താൽ സംഭവിക്കുക, ഈ ബോണ്ട് ബ്രേക്ക് ആവും, ഈ ബോണ്ട് ബ്രേക്ക് ആവും, ഈ ബോണ്ട് ബ്രേക്ക് ആവും. അപ്പോൾ Y ഷേപ്പിൽ ഈ 3 ബോണ്ട് അങ്ങ് കട്ട് ചെയ്യും. ഈ 3 ബോണ്ട് കട്ട് ചെയ്താൽ ഓക്സിജൻ ഇവിടുന്ന് ഫ്രീ ആവും. ഓക്സിജൻ ഹൈഡ്രജൻ പെറോക്സൈഡ് ആയിട്ട് മാറും. ശേഷം അത് സിങ്ക് ഓക്സൈഡ് ആയിട്ടാണ് ഫൈനലി മാറുക. സോ ഈ ഓക്സിജൻ സിങ്ക് ഓക്സൈഡ് ആയിട്ട് മാറും. സിങ്കിനൊപ്പം ചേർന്ന് സിങ്ക് ഓക്സൈഡ് ആവും. ആൻഡ് ഈ ഭാഗം CH2Oയും ഈ ഭാഗം അടുത്തൊരു CH2Oയുമാണ്. ഓക്സിജൻ പുറത്തേക്ക് പോയി ആ സിങ്ക് ഓക്സൈഡ് 3 പീസായിട്ട് മുറിഞ്ഞു. ഇത് ഈ പാർട്ട് CH2O, ഈ പാർട്ട് CH2O, ഈ പാർട്ടിൽ ഓക്സിജൻ. സോ അങ്ങനെയാണെങ്കിൽ കിട്ടിയതാരാണ്? 2 CH2O ആണ് ഓസോണോളിസിസ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടിയത്. അപ്പോൾ ഈ CH2O എന്ന് പറഞ്ഞാൽ കാണാനൊരു ലുക്കില്ലാഞ്ഞിട്ടാണ്. അത് ശരിക്ക് HCHO ആണ്. എന്താ HCHO എന്ന് പറഞ്ഞാൽ? മെത്തനാളാവുന്ന ഫോമാൽഡിഹൈഡ് ആണ്. സോ 2 ഫോമാൽഡിഹൈഡ് മോളിക്യൂളാണ് ഓസോണോളിസിസ് പ്രോഡക്റ്റ് ആയിട്ട് ലഭിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ബേയേഴ്സ് റിയേജന്റ്? റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഫോർ ഇറ്റ്സ് റിയാക്ഷൻ വിത്ത് എത്തിലീൻ. എത്തിലീൻ എന്ന് പറഞ്ഞാൽ ഈത്തീനാണ്. ബേയേഴ്സ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ കോൾഡ് ഡൈലൂട്ട് അക്വസ് KMNO4. Cold dilute aqueous KMNO4, which is purple in color. Cold dilute aqueous KMNO4. Write the chemical equation of the reaction with ethylene. Ethylene എന്ന് പറഞ്ഞാൽ CH2 ഡബിൾ ബോണ്ട് CH2 ആണ്. ഇയാൾ ബേയേഴ്സ് റിയേജന്റുമായിട്ട് റിയാക്ട് ചെയ്ത് തൽക്കാലം അതിനെ BR എന്ന് എഴുതാം. ബേയേഴ്സ് റിയേജന്റ്, ഇതാണ് ബേയേഴ്സ് റിയേജന്റ്, ഇതാണ് ഇവിടെ നിങ്ങൾ എഴുതേണ്ടത്. സോ ബേയേഴ്സ് റിയേജന്റ് ആഡ് ചെയ്യുമ്പോൾ പ്രോഡക്റ്റ് എഴുതാൻ എന്താ ട്രിക്ക് മക്കളെ? ഒന്നുമില്ല. ബേയേഴ്സ് റിയേജന്റ് ആഡ് ചെയ്യാന്ന് പറയുമ്പം നിങ്ങൾ ചെയ്യേണ്ടത് എഫക്റ്റീവ്ലി 2 ഹൈഡ്രോക്സി ഗ്രൂപ്പുകളാണ്. 2 ഹൈഡ്രോക്സി ഗ്രൂപ്പുകൾ ഈ ഡബിൾ ബോണ്ടിന് അക്രോസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. സോ ഡബിൾ ബോണ്ടിൽ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്തോളൂ. എന്നിട്ട് 2 കാർബണിന്റെ മുകളിലും ഓരോ വീതം OHനെ ചേർത്ത് കൊടുത്താൽ മതി. എന്തിനെ ചേർത്ത് കൊടുത്താൽ മതി? OHനെ ചേർത്ത് കൊടുത്താൽ മതി. ഉണ്ടായ ഈ പ്രൊഡക്റ്റിന്റെ പേര് ഡയോൾ എന്നാണ്. ഇറ്റ് ഈസ് എത്തിലീൻ ഗ്ലൈക്കോൾ. അപ്പോൾ ഡയോൾ ആണ് ഫോം ചെയ്തിട്ടുള്ളത്. സോ ആൽക്കീനിലേക്ക് ബേയേഴ്സ് റിയേജന്റ് റിയാക്ട് ചെയ്താൽ ദ പ്രോഡക്റ്റ് ഫോംഡ് as ഡയോൾ ആൻഡ് ഡ്യൂറിംഗ് ദിസ് റിയാക്ഷൻ ദ കളർ ഓഫ് ദ റിയേജന്റ് ഫെയ്ഡ്സ്. ഓക്കെ, അപ്പോൾ എന്തായാലും അൺസാച്ചുറേഷൻ്റെ ടെസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് ബേയേഴ്സ് റിയേജന്റ് യൂസ് ചെയ്യാം. അപ്പോൾ ബേയേഴ്സ് റിയേജന്റുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. അടുത്ത ചോദ്യം, 1 alkynes are weakly acidic in nature. Give any 2 reactions to show the acidic character of ethine. എന്താ 1 alkyne എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ ഉദാഹരണം Prop19 CH3C ട്രിപ്പിൾ ബോണ്ട് CH, Prop19, But19, CH3 CH2 C ട്രിപ്പിൾ ബോണ്ട് CH. ഇതൊക്കെ 19കളാണ്. ഈ 19സിൻ്റെ പ്രത്യേകത ട്രിപ്പിൾ ബോണ്ടഡ് കാർബൺ ആണല്ലോ അറ്റത്ത്, അതിൻ്റെ മുകളിൽ ഒരു ഹൈഡ്രജൻ കിടപ്പുണ്ട്. ഈ ട്രിപ്പിൾ ബോണ്ടഡ് കാർബണിൽ അറ്റാച്ച് ചെയ്ത ഹൈഡ്രജൻ വീക്ക്ലി അസിഡിക് ആണ്. ഇതിനാണ് അസിഡിക് ക്യാരക്ടർ ഉള്ളത്. സോ നമ്മുടെ പോയിന്റ് ഇതാണ്, ആർക്ക് അസിഡിക് നാച്ചുറുള്ള? ടെർമിനൽ ആൽക്കൈൻസിനാണ്. ടെർമിനൽ ആൽക്കൈൻസ് എന്ന് പറഞ്ഞാൽ അറ്റത്ത് ട്രിപ്പിൾ ബോണ്ടുള്ള ആൽക്കൈൻ. എന്തേ കാരണം? അസിഡിക് നാച്ചർ ഓഫ് ടെർമിനൽ ആൽക്കൈൻ. ടെർമിനൽ ആൽക്കൈൻസ് ആർ വീക്ക്ലി അസിഡിക് ഇൻ നാച്ചർ. റീസൺ എന്താണെന്നറിയോ? ഹൈഡ്രജൻ അറ്റാച്ച്ഡ് ഓൺ ട്രിപ്ലി ബോണ്ടഡ് കാർബൺ ഹാസ് പോസിറ്റീവ് പൊളാരിറ്റി ഡ്യൂ ടു ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് sp ഹൈബ്രിഡൈസ്ഡ് കാർബൺ. മക്കളെ, ട്രിപ്പിൾ ബോണ്ടഡ് കാർബണിൽ ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ, ട്രിപ്പിൾ ബോണ്ടഡ് കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ sp ആണ്. ഹയർ s ക്യാരക്ടർ ഉണ്ട്, ഹയർ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉണ്ട്. ട്രിപ്പിൾ ബോണ്ടഡ് കാർബൺ ഇലക്ട്രോനെഗറ്റിവിറ്റി വളരെ കൂടുതലാണ്.
ഡബിൾ ബോണ്ടഡ് കാർബണിനേക്കാളും സിംഗിൾ ബോണ്ടഡ് കാർബണിനേക്കാളും ഇലക്ട്രോ നെഗറ്റീവ് ആണ് ട്രിപ്പിൾ ബോണ്ടഡ് കാർബൺ ഡ്യൂ ടു ഗ്രേറ്റർ എസ് ക്യാരക്ടർ ഓഫ് ട്രിപ്പിളി ബോണ്ടഡ് കാർബൺ. സോ അങ്ങനെയാണെങ്കിൽ ഈ ബോണ്ടിനെ നന്നായിട്ട് പിടിച്ചു വലിക്കും ട്രിപ്പിൾ ബോണ്ടഡ് കാർബൺ. അപ്പോൾ അയാളുടെ മുകളിൽ പാർഷ്യൽ നെഗറ്റീവും ഹൈഡ്രജൻ്റെ മുകളിൽ പാർഷ്യൽ പോസിറ്റീവ് ക്യാരക്ടറും വരും. സോ ദിസ് ഹൈഡ്രജൻ ടേൺസ് ഇൻ ദ അസിഡിക്. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. സോ ട്രിപ്പിൾ ബോണ്ടഡ് കാർബണിൽ അറ്റാച്ച് ചെയ്ത ഹൈഡ്രജൻ അസിഡിക് ആണ്. സോ ടെർമിനൽ ആൽക്കൈൻസ് ആർ വീക്ക്ലി അസിഡിക് ഇൻ നാച്ചർ. റീസൺ ഹൈഡ്രജൻ അറ്റാച്ച്ഡ് ഓൺ ട്രിപ്പിളി ബോണ്ടഡ് കാർബൺ ആസ് പോസിറ്റീവ് polarity means it is acidic due to high electronegativity of sp hybridized carbon. അങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ മക്കളെ. ഇതിൽ ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, റൈറ്റ് എനി ടു റിയാക്ഷൻസ് ടു ഷോ ദ അസിഡിക് ക്യാരക്ടർ ഓഫ് ഈത്തൈൻ. ഈത്തൈൻ്റെ അസിഡിക് ക്യാരക്ടർ കാണിക്കാൻ ഏതെങ്കിലും രണ്ട് റിയാക്ഷൻ. സേ ഈത്തൈൻ സോഡിയം മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കുകയെന്നറിയോ മക്കളെ? ഈ ഈത്തൈൻ്റെ ഈ രണ്ട് ഹൈഡ്രജനും അസിഡിക് ആണ്. കാരണം ഇതും ട്രിപ്പിൾ ബോണ്ടഡ് കാർബണിലാണ്, ഇതും ട്രിപ്പിൾ ബോണ്ടഡ് കാർബണിലാണ്. സോ ബോത്ത് ഗെറ്റ് റീപ്ലേസ്ഡ് ബൈ സോഡിയം മെറ്റൽ. അപ്പോൾ ഉണ്ടാവുന്ന പ്രോഡക്റ്റ് എന്താ? സി ട്രിപ്പിൾ ബോണ്ട് സി, ഇവിടെയും സോഡിയം ഇക്കരെയും സോഡിയം. ഹൈഡ്രജൻ അസിഡിക് ഹൈഡ്രജനെ സോഡിയം റീപ്ലേസ് ചെയ്ത് സോൾട്ട് ഉണ്ടാക്കി. പ്ലസ് ആര് പുറത്തേക്ക് പോയിട്ടുണ്ടാവും? അപ്പോൾ സ്വാഭാവികമായിട്ടും ഹൈഡ്രജൻ പുറത്തേക്ക് പോയിട്ടുണ്ടാവും. റെഡിയാ? ഇത് അവൻ്റെ അസിഡിക് ക്യാരക്ടർ പ്രകടമാക്കുന്ന ഒരു റിയാക്ഷനാണ്. ഇതേപോലെ ഈത്തൈൻ NaNH2മായിട്ട് റിയാക്ട് ചെയ്താൽ NaNH2മായിട്ട് റിയാക്ട് ചെയ്താൽ അപ്പോഴും സംഭവിക്കുന്നത് ഇതേ പ്രോഡക്റ്റ് ഉണ്ടാവുക, ബൈ പ്രോഡക്റ്റ് അമോണിയ ആയിരിക്കുമെന്നേ ഉള്ളൂ. ആൻഡ് ദീസ് ടു റിയാക്ഷൻസ് ഷോ ദ അസിഡിക് ക്യാരക്ടർ ഓഫ് ഈത്തൈൻ. സോ ഈ റിയാക്ഷൻ എന്താ സംഭവിച്ചത്? അസിഡിക് ആയ ഹൈഡ്രജനെ സോഡിയം മെറ്റൽ റീപ്ലേസ് ചെയ്തു. ആ സ്ഥാനത്തേക്ക് സോഡിയം കയറി നിന്നു. അപ്പോൾ സോൾട്ട് കിട്ടി. അപ്പോൾ റീപ്ലേസബിൾ ആണ്. അസിഡിക് ഹൈഡ്രജൻ ആണ് റീപ്ലേസ്ഡ് ആയത്. മെറ്റലിന് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഹൈഡ്രജൻ അസിഡിക് ഹൈഡ്രജൻ ആണ്. സോ അസിഡിക് ക്യാരക്ടർ കാണിക്കുന്ന രണ്ട് റിയാക്ഷൻസ് ആണിത്. നെക്സ്റ്റ് മക്കളെ നോക്കിക്കോളൂ. അറേഞ്ച് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് ഇൻ ദ ഡിക്രീസിംഗ് ഓർഡർ ഓഫ് ദർ acidic strength. ബ്യൂട്ട് 1,9 ഉണ്ട്, ബ്യൂട്ട് 2,9 ഉണ്ട്, ഈത്തൈൻ ഉണ്ട്. എന്താ ബ്യൂട്ട് 1,9 എന്ന് പറഞ്ഞാൽ? ബ്യൂട്ട് 1,9 എന്ന് പറഞ്ഞാൽ CH3 CH2 C ട്രിപ്പിൾ ബോണ്ട് CH ആണ് ബ്യൂട്ട് 1,9. ബ്യൂട്ട് 2,9 എന്ന് പറഞ്ഞാലോ CH3 C ട്രിപ്പിൾ ബോണ്ട് C സിംഗിൾ ബോണ്ട് CH3 ആണ് ബ്യൂട്ട് 2,9. CH ട്രിപ്പിൾ ബോണ്ട് CH ആണ് ഈത്തൈൻ. സോ മക്കളെ ഇതിലുള്ള അസിഡിക് ഹൈഡ്രജൻ്റെ എണ്ണം ഒന്ന് നിങ്ങൾക്ക് പറയാമോ? നമ്പർ ഓഫ് അസിഡിക് ഹൈഡ്രജൻ. നമ്പർ ഓഫ് എന്ത്? അസിഡിക് ഹൈഡ്രജൻ. ഈത്തൈനിൽ 2 അസിഡിക് ഹൈഡ്രജൻ ഉണ്ട്. ആരാ അസിഡിക് ഹൈഡ്രജൻ? ട്രിപ്പിൾ ബോണ്ടഡ് കാർബണിൽ അറ്റാച്ച് ചെയ്ത ഹൈഡ്രജൻ അസിഡിക്. ഇതൊരു അസിഡിക് ഹൈഡ്രജൻ ആണ്. എന്നാൽ ബ്യൂട്ട് 2,9 ട്രിപ്പിൾ ബോണ്ടഡ് കാർബണിൽ ഹൈഡ്രജൻ ഇല്ല. സോ നോ അസിഡിക് ഹൈഡ്രജൻ. സോ ഇവിടുത്തെ അസിഡിക് ക്യാരക്ടർ ഓർഡർ ചോദിച്ചാൽ ഏറ്റവും അസിഡിക് ആരാണ്? ഈത്തൈൻ ആണ്. പിന്നെ ബ്യൂട്ട് 1,9 ആണ്, ദെൻ ബ്യൂട്ട് 2,9 ആണ്. ഈ രൂപത്തിലാണ് അസിഡിക് നാച്ചുറൽ ഓർഡർ എഴുതേണ്ടത്. അപ്പോൾ ആരാ അസിഡിക്? ട്രിപ്പിൾ ബോണ്ടഡ് കാർബണിൽ അറ്റാച്ച് ചെയ്ത ഹൈഡ്രജൻ ആണ് അസിഡിക് ക്യാരക്ടർ ഉള്ളത്. റെഡിയാണ്? സോ നെയിം ദ ഫോളോയിങ് റിയാക്ഷൻസ്. മക്കളെ നോർമൽ എക്സൈന് ബ്രാഞ്ചഡ് ചെയിൻ എക്സൈൻ ആയിട്ട് മാറി. നോർമൽ എക്സൈൻസ് എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ചെയിൻ ആൽക്കെയിൻസ് ബ്രാഞ്ചഡ് ചെയിൻ ഐസോമേഴ്സ് ആയിട്ട് മാറുന്ന അൺഹൈഡ്രസ് AlCl3 ആൻഡ് HCl പ്രസൻസിൽ അങ്ങനെ ആയിട്ട് മാറുന്ന റിയാക്ഷന്റെ പേരാണ് ഐസോമറൈസേഷൻ. എന്താ പറയുക? ഐസോമറൈസേഷൻ. നെയിം ദ റിയാക്ഷൻ എന്ന് പറഞ്ഞു. അതേപോലെ നോർമൽ എക്സൈൻ തന്നെ ഇത് ബെൻസീൻ ആയിട്ട് മാറി. V2O5 at 773 Kelvin 10 to 20 atm പ്രഷർ. ആൻഡ് ഈ പ്രോസസ്സിൻ്റെ പേരാണ് അരോമാറ്റൈസേഷൻ. എന്താ പേര്? അരോമാറ്റൈസേഷൻ. അതുപോലെ മക്കളെ C6H14 എന്ന് പറയുന്ന വലിയൊരു ആൽക്കെയിന് ആ സ്മോളർ ആൽക്കീനുമായിട്ട് മുറിഞ്ഞു. ഇതിൻ്റെ പേരാണ് ക്രാക്കിംഗ് ഓർ പൈറോളിസിസ്. തെർമൽ ക്രാക്കിംഗ് ഓർ പൈറോളിസിസ്. സോ ഇതിൻ്റെ പേര് എഴുതാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ശ്രദ്ധിച്ചോളാം. ഇതാണ് ഐസോമറൈസേഷൻ ഉപയോഗിച്ച കാറ്റലിസ്റ്റ്. ക്ലിയർ ആണ് മക്കളെ? ഫ്രീ റൊട്ടേഷൻ അബൌട്ട് കാർബൺ സിംഗിൾ ബോണ്ട് is permitted in an alkane molecule. What are conformers? Draw the structure of the eclipsed and staggered conformers of ethane in Sohos and Newman projection and explain the relative stability. മക്കളെ carbon atoms connected through single bond or sigma bond can undergo free rotation. And ഈ free rotation വഴി സാധ്യമാവുന്ന spatial arrangements ന്റെ പേരാണ് conformers or conformations. So what are conformations? The spatial
സ്പേഷ്യൽ അറേഞ്ച്മെന്റ്സ് ഒബ്റ്റെയിൻഡ് ഡ്യൂ ടു ഫ്രീ റൊട്ടേഷൻ. ഈ ഫ്രീ റൊട്ടേഷൻ കാരണം ലഭ്യമാവുന്ന സ്പേഷ്യൽ അറേഞ്ച്മെന്റ്സിന്റെ പേരാണ് കൺഫോർമേഷൻസ്. ഈഥൈന്റെ കൺഫോർമേഷൻസിൽ the two important conformations are eclipsed conformation and staggered conformation. എന്താ eclipsed എന്ന് പറഞ്ഞാൽ ഈഥൈനിൽ 2 കാർബണാ ഉള്ള, അതിൽ ഫ്രണ്ട് കാർബണിലെ CH ബോണ്ടും ബാക്കിലെ കാർബണിലെ CH ബോണ്ടും ഒരേ ലൈനിലായിട്ട് അപ്പിയർ ചെയ്താൽ ദാറ്റ് ഈസ് കോൾഡ് eclipsed conformation. എന്നാൽ ഫ്രണ്ടിലെ CH ബോണ്ടുകൾക്ക് നേരെ സെന്ററിലായിട്ട് പിറകിലെ CH ബോണ്ട് അലൈൻ ചെയ്യപ്പെട്ടാൽ ദാറ്റ് സ്പേഷ്യൽ അറേഞ്ച്മെന്റ് ഇസ് കോൾഡ് staggered conformation. അത് വരയ്ക്കാനുള്ള 2 മെത്തേഡാ. ഒന്നും അറിയണ്ട, വരച്ചാൽ മാത്രം മതി. ഒന്ന് ഇതാണ്, ന്യൂമാൻ പ്രൊജക്ഷൻ വരയ്ക്കാൻ പറഞ്ഞു, സ്റ്റാഗേർഡ് സോഹേഴ്സ് പ്രൊജക്ഷൻ വരയ്ക്കാൻ പറഞ്ഞു. സോ അതിൽ എക്ലിപ്സിന്റെയും സ്റ്റാഗേർഡ് കൺഫർമേഷൻസും വരയ്ക്കാനൊന്ന് ശ്രദ്ധിച്ചോ. ഈഥൈനിലെ 2 കാർബണയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതാണ് ഈ ഡോട്ട് ഉപയോഗിച്ച് ഫ്രണ്ടിൽ മാർക്ക് ചെയ്താണ് ഫ്രണ്ട് കാർബൺ, അതിൻ്റെ മുകളിൽ 3 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്. ആൻഡ് ഈ സർക്കിൾ ഉപയോഗിച്ച് മാർക്ക് ചെയ്ത് ബാക്ക് കാർബൺ ആണ്. എന്നാൽ ഫ്രണ്ടിലെ കാർബണിന്റെ നേരെ പിറകിലായിട്ട് ബാക്കിലെ കാർബണിലെ CH ബോണ്ട് അലൈൻ ചെയ്തു, അതാണ് എക്ലിപ്സ്ഡ് കൺഫർമേഷൻ. എന്നാൽ ഡോട്ട് ഇട്ട് മാർക്ക് ചെയ്തത് ഫ്രണ്ട് കാർബൺ ആണ്, അതിൻ്റെ മുകളിൽ 3 ഹൈഡ്രജൻ. സർക്കിൾ ഉപയോഗിച്ച് മാർക്ക് ചെയ്ത് ബാക്കിലെ കാർബൺ ആണ്, അതിൻ്റെ CH ബോണ്ടുകൾ ഫ്രണ്ടിലെ കാർബണിന്റെ നേരെ സെൻട്രലായിട്ടാണ് വന്നത്. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് സ്റ്റാഗേർഡ് കൺഫർമേഷൻ. സ്റ്റാഗേർഡ് കൺഫർമേഷനിൽ മിനിമം റിപ്പൾഷനും മാക്സിമം സ്റ്റെബിലിറ്റിയും ആണ്. സോ ഇത് വരയ്ക്കാൻ അങ്ങ് പഠിച്ചു വെച്ചേക്കണം. ഇതിൻ്റെ പേര് ന്യൂമാൻ പ്രൊജക്ഷൻ ആണ്. അതായത് എക്ലിപ്സ്ഡ് ആൻഡ് സ്റ്റാഗേർഡ് കൺഫർമേഷൻ ഓഫ് ഈഥൈൻ അതൊരു 3 ഡയമെൻഷണൽ അറേഞ്ച്മെന്റ് ആണ്. അതൊരു 2 ഡയമെൻഷണൽ ഷീറ്റിൽ റെപ്രസെന്റ് ചെയ്യാനുള്ള 2 മെത്തേഡ്സ് ആണ്. ന്യൂമാൻ പ്രൊജക്ഷൻ ഫോർമുലയും സോഹേഴ്സ് പ്രൊജക്ഷൻ ഫോർമുലയും. ന്യൂമാൻ പ്രൊജക്ഷൻ ആണ് ഈ വരച്ചത്. അങ്ങനെയാണ് സോഹേഴ്സ് പ്രൊജക്ഷൻ അതിന്റെ സൈഡ് വ്യൂ ആണ്. സോ ഈ ഒരു ബോണ്ടാണ് കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട്. ഫ്രണ്ടിലെ കാർബണിന്റെ CH ബോണ്ടിന്റെ നേരെ പിറകിലായിട്ട് ബാക്കിലെ കാർബണിലെ CH ബോണ്ട് വന്നു, അതാണ് എക്ലിപ്സ്ഡ് കൺഫർമേഷൻ. എന്നാൽ ഫ്രണ്ടിലെ കാർബണിന്റെ CH ബോണ്ടുകളുടെ മധ്യത്തിലായിട്ടാണ് ബാക്കിലെ കാർബണിലെ CH ബോണ്ട് വരുന്നത്. ദാറ്റ് ഈസ് കോൾഡ് സ്റ്റാഗേർഡ് കൺഫർമേഷൻ. ആൻഡ് ഇത് സോഹേഴ്സ് പ്രൊജക്ഷൻ ഫോർമുല എന്ന് പറയാ. ഇതിന്റെ പേര് ന്യൂമാൻ പ്രൊജക്ഷൻ ഫോർമുല എന്ന് പറയാ. മക്കളെ ഈഥൈൻ 3 ഡയമെൻഷണലാണ്. 3 ഡയമെൻഷണലായ ഈഥൈൻ്റെ 2 എക്സ്ട്രീം സ്പേഷ്യൽ അറേഞ്ച്മെന്റുകൾ 2 ഡയമെൻഷണൽ ഷീറ്റിൽ വരയ്ക്കാനുള്ള 2 മെത്തേഡ്സ് ആയത്. ഒന്ന് ന്യൂമാൻ പ്രൊജക്ഷനും 2 സോഹേഴ്സ് പ്രൊജക്ഷനും. ഇത് രണ്ടും വരച്ച് വെച്ച് പഠിച്ചിരിക്കണം, നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ളതാണ്. നിർബന്ധമായിട്ടും വരച്ച് പഠിക്കണം. ഒന്നും അറിയില്ലെങ്കിൽ ജസ്റ്റ് വരച്ച് പഠിച്ചോ. Ready? Cycloheptatrienol cation is given below. Is this ion aromatic or not? Justify the answer. മക്കളെ ഈ കോമ്പൗണ്ടിന്റെ പ്രത്യേകത ഇത് സൈക്ലിക് ആണ്. എന്താണ് മക്കളെ പറയണം? ഇത് സൈക്ലിക് ആണ്. സൈക്ലിക് ആണെന്ന് മാത്രമല്ല ഇതിൽ കംപ്ലീറ്റ്ലി കോൺജുഗേറ്റഡ് ആണ്. സൈക്ലിക് ആണ്, കംപ്ലീറ്റ്ലി കോൺജുഗേറ്റഡ് ആണ്. എന്താ കംപ്ലീറ്റ്ലി കോൺജുഗേറ്റഡ് എന്ന് പറഞ്ഞാൽ ഡബിൾ സിംഗിൾ ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് അങ്ങനെ ഓൾട്ടർനേറ്റ് സിംഗിൾ ഡബിൾ ബോണ്ട്സ് വരുന്നതിനാ കോൺജുഗേഷൻ എന്ന് പറയും. അപ്പോൾ 2 സിംഗിൾ ബോണ്ട് അടുത്ത് വന്നാൽ കോൺജുഗേഷൻ കട്ടാവും. പക്ഷേ 2 സിംഗിൾ ബോണ്ട് അടുത്ത് വരുമ്പം ആ അടുത്ത് വരുന്ന സിംഗിൾ ബോണ്ടിനെ കണക്ട് ചെയ്യുന്ന ആറ്റത്തിൻ്റെ മുകളിൽ പ്ലസ് ചാർജോ മൈനസ് ചാർജോ ലോൺ പെയറോ അൺപെയർഡ് ഇലക്ട്രോണോ ഉണ്ടെങ്കിൽ കോൺജുഗേഷൻ കട്ടാവില്ല. ഒന്നുമില്ല, ശ്രദ്ധിച്ചോ. അരോമാറ്റിക് ആവണമെങ്കിൽ ആദ്യം സൈക്ലിക് ആവണം. ആ സൈക്കിൾ ഷുഡ് ബി കംപ്ലീറ്റ്ലി കോൺജുഗേറ്റഡ്. കംപ്ലീറ്റ് കോൺജുഗേഷൻ എന്നാണ് ഉദ്ദേശിച്ചത് ബെൻസീൻ റിംഗ് പോലെ. ബെൻസീൻ റിംഗിൽ ഡബിൾ സിംഗിൾ എന്ന് ഓർഡർ കാണാം. ആ ഓർഡറുള്ള റിങ്ങുകളാണ് കംപ്ലീറ്റ്ലി കോൺജുഗേറ്റഡ് റിംഗ് എന്ന് പറയുന്നത്. അത്തരം റിംഗ്സേ അരോമാറ്റിക് ആവുള്ളൂ. റെഡി? ഇനി കംപ്ലീറ്റ് കോൺജുഗേഷൻ അപ്പോൾ ഡബിൾ സിംഗിൾ ഓർഡറാണ് വേണ്ടത്. ബട്ട് അതിൻ്റെ അർത്ഥം 2 സിംഗിൾ ബോണ്ട് അടുത്ത് വന്നാൽ കോൺജുഗേഷൻ കട്ടാവും. ബട്ട് 2 സിംഗിൾ ബോണ്ട് അടുത്ത് വന്നാൽ കോൺജുഗേഷൻ കട്ടാവില്ല. എപ്പോൾ? അവിടെ പ്ലസ്സോ മൈനസോ ലോൺ പെയറോ അൺപെയർഡ് ഇലക്ട്രോൺ അതായത് റാഡിക്കളോ ഉണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങളോട് നോക്കിയതാ 2 സിംഗിൾ അടുത്ത് വന്നു, കോൺജുഗേഷൻ കട്ടാവില്ല, കാരണം ഇവിടെ ഒരു പ്ലസ് ചാർജ് ഉണ്ട്. അപ്പോൾ റിങ് കംപ്ലീറ്റ്ലി കോൺജുഗേറ്റഡ് ആണ്. അടുത്തത് ഇതിലെ പൈ ഇലക്ട്രോൺസിൻ്റെ എണ്ണം നോക്കണം. 3 പൈ ബോണ്ടാ ഉള്ള. 3 പൈ ബോണ്ട് എന്ന് പറഞ്ഞാൽ 6 പൈ ഇലക്ട്രോൺസ് ആ ഉള്ളത്. 6 പൈ ഇലക്ട്രോൺ. ഈ പൈ ഇലക്ട്രോണിൻ്റെ എണ്ണം 4n+2 ഈക്വൽ ആയിട്ടാണ് കിട്ടിയത്. ശ്രദ്ധിക്കണേ. That is a value of 4n+2. ഏതൊക്കെ 4n+2ൻ്റെ വാല്യൂസ്? 4n+2ൻ്റെ വാല്യൂസ് 4n+2ൻ്റെ വാല്യൂസ് എന്തൊക്കെയാ? n എന്ന് പറഞ്ഞാൽ 0 1 2 3 ഏത് നമ്പറും കൊടുക്കാം. ഏത് നമ്പറല്ല 0 1 2 3 കൊടുക്കാം. സോ n-ന് 0 കൊടുത്താൽ 4n+2ൻ്റെ വാല്യൂ എന്താ വരും? n-ന് 0 കൊടുക്കും. n-ന് 0 കൊടുത്താൽ 4 × 0 + 2 2 എന്ന് കിട്ടും. n-ന് 1 കൊടുത്താൽ 4 × 1 + 2 6 എന്ന് കിട്ടും.
എന്നിന് 2 കൊടുത്താൽ 4 × 2 + 2 10 എന്ന് കിട്ടും, 14 എന്ന് കിട്ടും. ഇതാണ്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ പൈ ഇലക്ട്രോണിൻ്റെ എണ്ണം, റെസൊണൻസിൽ പങ്കെടുക്കുന്ന ഡീലോക്കലൈസ്ഡ് പൈ ഇലക്ട്രോണിൻ്റെ എണ്ണം ഇതിലേതെങ്കിലും ഒരു വാല്യൂ വന്നാലാണ് കോമ്പൗണ്ട് അരോമാറ്റിക് ആവുക. ആൻഡ് ഈ റൂളിൻ്റെ പേരാണ് ഹക്കൽസ് റൂൾ ഓഫ് അരോമാറ്റിസിറ്റി. എന്താണ്? ഹക്കൽസ് റൂൾ ഓഫ് അരോമാറ്റിസിറ്റി ഓർ 4n+2 റൂൾ ഓഫ് അരോമാറ്റിസിറ്റി എന്നും പറയും. എന്താ ഈ റൂളിൻ്റെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് ശ്രദ്ധിച്ചോ. എ സൈക്ലിക് പ്ലനാർ, പ്ലനാരിറ്റി ഈ 7 കാർബൺ വരെയൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോൺജുഗേഷൻ മാത്രം ചെക്ക് ചെയ്താൽ മതി, അപ്പോൾ അവിടെ പ്ലനാരിറ്റി ഉണ്ടായിക്കോളും നമ്മുടെ ക്വസ്റ്റ്യനിലൊക്കെ, പേടിക്കണ്ട. അപ്പോൾ എ സൈക്ലിക് പ്ലനാർ കോൺജുഗേറ്റഡ് സിസ്റ്റം, എ സൈക്ലിക് പ്ലനാർ conjugated system will be aromatic if it contains 4n+2 delocalized pi electron. അതായത് പൈ ഇലക്ട്രോണിൻ്റെ വാല്യൂ, പൈ ഇലക്ട്രോണിൻ്റെ എണ്ണം ഈ നമ്പറുകളിൽ ഏതെങ്കിലും നമ്പറായിട്ട് വരണം. എങ്ങനെ? അത് സൈക്ലിക് ആവണം. പ്ലനാരിറ്റി തൽക്കാലം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട, കംപ്ലീറ്റ്ലി കോൺജുഗേറ്റഡ് ആണോ എന്ന് ഉറപ്പുവരുത്തണം, എന്നാലേ അരോമാറ്റിക് ആവുള്ളൂ. ആദ്യം സൈക്ലിക് ആണെന്ന് ഉറപ്പുവരുത്തണം. 2 കംപ്ലീറ്റ്ലി സൈക്ലിക് ആണെങ്കിൽ സൈക്കിൾ ഉണ്ടായാൽ മതി, ആ കോമ്പൗണ്ടിൽ ഒരു സൈക്ലിക് പാർട്ട് ഉണ്ടാവണം. ആ സൈക്കിൾ കംപ്ലീറ്റ്ലി കോൺജുഗേറ്റഡ് ആണോ എന്ന് പറഞ്ഞാൽ സൈക്കിൾ ഡബിൾ സിംഗിൾ ഡബിൾ സിംഗിൾ ഡബിൾ സിംഗിൾ എന്ന് പറഞ്ഞ ഓർഡർ വേണം. അവിടെ 2 സിംഗിൾ അടുത്ത് വന്നാൽ കോൺജുഗേഷൻ ഇല്ല, അപ്പോൾ പിന്നെ അരോമാറ്റിക് ആവില്ല. പക്ഷേ 2 സിംഗിൾ അടുത്ത് വന്നാൽ കോൺജുഗേഷൻ നഷ്ടമാവാതിരിക്കാനുള്ള മാർഗം പ്ലസ്സോ മൈനസോ ലോൺ പെയറോ റാഡിക്കളോ ഉണ്ടായാൽ മതി. ശേഷം പൈ ഇലക്ട്രോണിൻ്റെ എണ്ണം കൗണ്ട് ചെയ്യുക. അത് 2ഓ 6ഓ 10ഓ 14ഓ 18ഓ ഒക്കെ കിട്ടിയാൽ നിങ്ങൾക്ക് പറയാം കോമ്പൗണ്ട് ഇസ് അരോമാറ്റിക് ആൻഡ് ഇറ്റ് ഒബേസ് ഹക്കൽസ് റൂൾ ഓഫ് അരോമാറ്റിസിറ്റി. എന്താ ഹക്കൽസ് റൂൾ പറയുന്നത്? എ സൈക്ലിക് പ്ലനാർ കോൺജുഗേറ്റഡ് സിസ്റ്റം will be aromatic if it contains 4n+2 delocalized pi electrons. റെഡിയാണോ? അപ്പോൾ ഇവിടെ 6 പൈ ഇലക്ട്രോണാണ്, 3 പൈ ബോണ്ട് എന്ന് പറയുമ്പോൾ 6 പൈ ഇലക്ട്രോണാണ്. റെഡിയാണേ? ഒരൊറ്റ ഒന്നുകൂടെ ഇതാ എക്സ്ട്രാ സാർ ഇവിടെ ഇരുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചോ മക്കളിതാ. ഈ ഒരു സൈക്കിള് അരോമാറ്റിക് ആണോ? ഒരിക്കലും ഇത് അരോമാറ്റിക് അല്ല. കാരണം എന്താ? സൈക്ലിക് ആണ്, ഓക്കെയാ, പക്ഷെ 2 സിംഗിൾ ബോണ്ട് അടുത്തു വന്നു, കോൺജുഗേഷൻ കട്ടായി, അതുകൊണ്ട് ഇത് അരോമാറ്റിക് അല്ല. അതേസമയം അത് നോക്കൂ, ഇയാൾ അരോമാറ്റിക് ആണോ? ഇയാൾ അരോമാറ്റിക് ആണോ? ഇവിടെ കംപ്ലീറ്റ്ലി കോൺജുഗേറ്റഡ് ആണ്. എത്ര ഇവിടുത്തെ ഡീലോക്കലൈസ്ഡ് പൈ ഇലക്ട്രോണിൻ്റെ എണ്ണം 2 പൈ ബോണ്ടേ ഉള്ളൂ. കംപ്ലീറ്റ്ലി കോൺജുഗേറ്റഡ് ആണ്, സൈക്ലിക് ആണ്, ഒക്കെ ഓക്കെയാണ്, പക്ഷേ പൈ ഇലക്ട്രോണിൻ്റെ എണ്ണം 4 ഉള്ളൂ. 4 4n+2 വാല്യൂ അല്ല, 4 4n+2 വാല്യൂ അല്ല. അപ്പോൾ ഇതും അരോമാറ്റിക് അല്ല. അതേസമയം മക്കളിതാ ഇതൊന്ന് ശ്രദ്ധിച്ചോ. സൈക്ലോപെൻഡ ഡൈ ഈനൈൽ ആനയോൺ, ആനയോൺ എന്ന് പറഞ്ഞാൽ കാർബണിൻ്റെ മുകളിൽ നെഗറ്റീവ് ചാർജ് വന്നാൽ അതൊരു ഇലക്ട്രോൺ പെയറാണ്, അതൊരു ഇലക്ട്രോൺ പെയറാണ്. മക്കളോട് ശ്രദ്ധിക്കുക, സൈക്ലിക് ആണ്, കംപ്ലീറ്റ്ലി കോൺജുഗേറ്റഡ് ആണ്, കാരണം സിംഗിളിനിടയിൽ മൈനസ് ചാർജ് വന്നിട്ടുണ്ട്. എത്ര ഇവിടുത്തെ ഡീലോക്കലൈസ്ഡ് പൈ ഇലക്ട്രോണിൻ്റെ എണ്ണം? മക്കൾ ഈ നെഗറ്റീവ് ചാർജ് വരുമ്പോൾ 2 4 2 പൈ ബോണ്ട് എന്ന് പറഞ്ഞാൽ 4 ഇലക്ട്രോൺ പൈ ഇലക്ട്രോൺ പ്ലസ് ഈ 2 എണ്ണം കൂടെ കൂട്ടണം. ഈ നെഗറ്റീവ് ചാർജ് 2 ഇലക്ട്രോൺ അതുകൂടെ കൂട്ടണം, അപ്പോൾ 6 ആണ്. കാരണം അതും കൂടെ റെസൊണൻസിൽ ഇൻവോൾവ് ആവും. അപ്പം നെഗറ്റീവ് വേണ്ട, 2 എക്സ്ട്രാ കൂട്ടിക്കോളൂ, അത്രേ ഉള്ളൂ. സോ 6 പൈ ഇലക്ട്രോൺ വന്നു. സോ 6 എന്ന് പറയുന്നത് 4n+2 വാല്യൂ ആണ്. സോ ദിസ് വൺ ഇസ് അരോമാറ്റിക്. റെഡിയാണ്? സോ മക്കളെ, ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ചോദ്യങ്ങളിലൂടെ നമ്മൾ പരിചയപ്പെട്ടിരിക്കുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, അവരോടൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് പറയുക. മാക്സിമം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റട്ടെ. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. Okay.